ഇന്ത്യയിലെ മറ്റു പല ചലച്ചിത്ര വ്യവസായവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചെറുതാണ് മലയാള സിനിമ. എന്നാൽ ബജറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് അത്. അതേസമയം താരതമ്യേന ചെറിയ ബജറ്റിൽ നിന്നും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ മറുഭാഷ സിനിമകളെ അമ്പരപ്പിക്കുന്ന നിലവാരം മോളിവുഡ് നേടിയെടുക്കാറുണ്ട്. ഇപ്പോഴിതാ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായ എമ്പുരാനുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ആരംഭിച്ച സമയത്ത് ഹോളിവുഡിൽ നിന്നും ബ്രിട്ടീഷ്, ചൈനീസ് ഫിലിം ഇൻഡസ്ട്രികളിൽ നിന്നുമൊക്കെ ചില വലിയ പേരുകളെ ഉൾപ്പെടുത്തണമെന്ന് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും പൃഥ്വിരാജ് പറയുന്നു. അവരിൽ പലരുമായും വീഡിയോ കോളിലൂടെ സംസാരിക്കാൻ അവസരം ലഭിച്ചു. പലരും താൽപര്യപൂർവ്വമാണ് ഞങ്ങളുടെ ആവശ്യത്തെ പരിഗണിച്ചത്. എന്നാൽ ഇടനിലക്കാരായ ഏജന്റുമാർ പറയുന്ന പ്രതിഫലം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ഈ സിനിമയ്ക്ക് പരമാവധി എത്ര വരെ മുടക്കാമെന്ന് എനിക്ക് കൃത്യമായി ധാരണയുണ്ടായിരുന്നു. ചിത്രത്തിൽ മോഹൻലാൽ ₹1 പോലും പ്രതിഫലമായി വാങ്ങിയില്ലെന്നും പൃഥ്വിരാജ് പറയുന്നു. പൃഥ്വിരാജും അങ്ങനെ ആയിരുന്നെന്ന് ഒപ്പമുണ്ടായിരുന്ന മോഹൻലാലും പറഞ്ഞു. ചിത്രത്തിലെ സാങ്കേതിക പ്രവർത്തകരും അഭിനയിച്ച വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും തങ്ങളുടെ വിഷനും ശ്രമവും മനസ്സിലാക്കി പ്രതിഫലം നോക്കാതെ ഒപ്പം നിൽക്കുകയായിരുന്നുവെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. 100 കോടി ബജറ്റ് ഉണ്ടായിട്ട് 80 കോടിയും പ്രതിഫലത്തിന് പോയിട്ട് ബാക്കി 20 കോടിക്ക് സിനിമ നിർമ്മിക്കുന്നത് പോലെയല്ല തങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും തങ്ങൾ മുടക്കിയിരിക്കുന്നത് സിനിമയുടെ മേക്കിങ്ങിലാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു.